നിന്നെ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ തകർത്തു കളയാൻ എഴുന്നേൽക്കുന്നവരുടെ മുമ്പിൽ നിനക്കൊരു അഭയസ്ഥാനമായി എന്റെ കർത്താവ് വെളിപ്പെടാൻ പോവാം. പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ നാം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കും. ചിലരെ ശാരീരികമായി പീഡിപ്പിക്കുന്നു, ചിലരെ മാനസികമായി പീഡിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തില് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. എന്നാല് പലരും പീഡിപ്പിക്കപ്പെടുമ്പോ അവർക്ക് ഒരു അഭയസ്ഥാനം ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് വായിക്കുന്നത്. 9-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ചെന്നൊളിക്കുവാൻ ഒരു സങ്കേതമില്ലാതെ, ഒരു അഭയസ്ഥാനമില്ലാതെ ഭാരപ്പെടുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, യഹോവ നിനക്ക് ഒരു അഭയസ്ഥാനമായി മാറാൻ പോവുക. ദൈവത്തിന്റെ ന്യായവിധി കോരക്ക് ദാതാൻ അബീരാമാരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ അവർ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് പാടുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. കണ്ടോ, ന്യായവിധി അവരെ വിഴുങ്ങിക്കളയേണ്ട സമയത്ത് ചെന്നൊളിക്കുവാൻ ഒരു അഭയസ്ഥാനമുണ്ടായിരുന്നു. നോഹ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ന്യായവിധി കൊണ്ട് ഭൂമി നശിക്കുവാൻ പോകുകയാണ്. വന്നു കയറുവാൻ നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ട്, അത് പെട്ടകമാണ്. ആ പെട്ടകത്തിൽ കയറാത്തവരെല്ലാം നശിക്കുകയും പെട്ടകത്തിൽ കയറിയവരെല്ലാവരും ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുക, നിന്നെ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ തകർത്തു കളയാൻ എഴുന്നേൽക്കുന്നവരുടെ മുമ്പിൽ നിനക്കൊരു അഭയസ്ഥാനമായി എന്റെ കർത്താവ് വെളിപ്പെടാൻ പോവാം. സ്തോത്രം. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, ചെന്നൊളിക്കാനൊരു സ്ഥലം, ചെന്ന് നിന്ന് സങ്കടം പറയാനൊരു സ്ഥലം, ശത്രുവിനെ ആക്രമിക്കാൻ പറ്റാത്തൊരു സ്ഥലം. നാം അവന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നമുക്കൊന്നിച്ചു പറയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ബൈബിളിൽ പറയുക, സ്തോത്രം, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പിടിച്ചു പറിക്കത്തില്ല. കാരണം നിങ്ങൾ പിതാവിന്റെ കയ്യിൽ ഇരിക്കുക. യെശയ്യാവിന്റെ പ്രവചനത്തിൽ വായിക്കുക, ദൈവം നിന്നെ തന്റെ ഉള്ളം കൈക്കകത്ത് വരച്ചിട്ടിരിക്കുക. നിന്റെ അഭയസ്ഥാനം യേശുവാണ്. നിന്റെ അഭയസ്ഥാനം യഹോവയുടെ നാമമാണ്. അത് ബലമുള്ള ഗോപുരമാണ്. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടയ്ക്കാൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആരോഗ്യതലത്തെ പീഡിപ്പിക്കുന്ന, മാനസിക തലത്തെ പീഡിപ്പിക്കുന്ന മനുഷ്യനും പിശാചും അടങ്ങുന്ന സംഘങ്ങൾ നിന്റെ മക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു അഭയസ്ഥാനമായി എന്റെ കർത്താവ് കൂടെയുള്ളോട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിനക്ക് ചെന്നൊളിക്കാൻ ഒരഭയസ്ഥാനമേ ഉള്ളൂ, അത് യേശുവാണ്. ആ മാർവിലേക്ക് മറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.